ട്രെയിനിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ്റെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം പറയുന്നതിൽ നിന്ന് മനസ്സിലാകുമായിരിക്കും. നമുക്കതൊന്ന് കേൾക്കാം. 2010 മുതൽ അറിയാവുന്ന ഒരാളാണ്. ഈ ഇങ്ങനെ റെയിൽവേയില് ഈ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് ഈ യാത്രക്കാരായിട്ട് അത് സാധാരണ ഈ അതിഥി തൊഴിലാളി ഇഷ്ടം പോലെയുള്ളതല്ലേ. അവർക്ക് അവരുടെ നാട്ടിലെത്താനുള്ള തത്രപ്പാടില്ല ഒരിക്കലും. പക്ഷെ അങ്ങനെ അവർ വിഷയം ഉണ്ടാക്കാറില്ല. പിന്നെ എപ്പോഴും അവർ ഉപയോഗിക്കുന്ന നമ്മുടെ സമയദോഷം ഈ പാട്നയിൽ അങ്ങനെ പ്രശ്നങ്ങളുള്ള സ്ഥിരമായിട്ടുണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. സാധാരണ അതിൽ RPF പ്രൊട്ടക്ഷൻ കൊടുത്ത് കൊണ്ടുവരാറുള്ളതാണ്. എന്നാ സംഭവിച്ചതെന്ന് നമുക്ക് യാതൊരു അറിവില്ല. കാരണം അവർ കൂടുതലും ഈ ഡോർ സൈഡാണ് നിൽക്കുന്നുണ്ടാവുക. കാരണം അണ്ടർസൈഡ് റിസർവേഷൻ പാസഞ്ചേഴ്സിനെ അടുത്ത് ശല്യം ഉണ്ടാക്കുമ്പോൾ അവർ പറയും അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ മാറി കയറാൻ വേണ്ടിയിട്ട് അവർ പോകും. ഡോർ സൈഡിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് പ്രോഗ്രാമിനായിട്ടോ തട്ടിയിട്ടുണ്ടോ. ഇന്ന് ഞാൻ ഒരുമിച്ചാണ് വന്നത്. എവിടെ വരെ ഒരുമിച്ച്? തൃശ്ശൂർ വരെ. എറണാകുളത്ത് നാളെ ഡ്യൂട്ടിക്ക് കയറി തൃശ്ശൂർ ഞാൻ ഇറങ്ങിപ്പോരും. തൃശ്ശൂർ വരെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതാണ്. ടിയെ നേരിട്ട് ഈ വിനോദിനെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. തൃശ്ശൂർ വരെ ഒരുമിച്ചുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ സമയദോഷമല്ലാതെ എന്ത് പറയാനാണ്. അപ്പം തർക്കിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത അത്രമേൽ ദാരുണമായൊരു അന്ത്യം, അല്ലാതെ എന്ത് പറയാനാണ്. അപ്പം ഗോകുലിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഗോകുൽ, പോലീസ് ഇപ്പം മദ്യലഹരിയിലായിരുന്നു എന്ന് ഉറപ്പിക്കുന്നുണ്ടോ? മറ്റെന്തൊക്കെ വിവരങ്ങൾ? ഈ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ ഈ രജനീകാന്തിന്റെ കൂടെ? അത് ഒറ്റയ്ക്കായിരുന്നോ യാത്ര? അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. 2 ഒറീസ സ്വദേശികൾ ഇദ്ദേഹം ഈ പറയുന്ന ഈ TTRനെ തള്ളിയിടുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഈ രജനീകാന്ത് ഒറീസയിലേക്കാണ് സഞ്ചരിച്ചിരുന്നത്. 2 പേരാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. അവരും ഒറീസയിലേക്കായിരുന്നു യാത്ര എന്നാണ് അറിയുന്നത്. ഇത് രജനീകാന്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നവരാണോ എന്നുള്ളത് വ്യക്തമല്ല. അത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമുണ്ട്. ഏതായാലും ഈ രജനീകാന്തിന്റെ കാലിനൊരു പരിക്ക് പറ്റിയിരുന്നു. പരിക്ക് പറ്റി തിരിച്ച് എറണാകുളത്തൊരു ക്ലീനിങ് ജോലിയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം തിരിച്ച് ഒറീസയിലേക്ക് പോകും വഴിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇത് ടിക്കറ്റ് ചോദിച്ചതിൽ, അതായത് ട്രെയിനിന്റെ വാതിലിനടുത്തിരുന്ന് ആയിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഇതിനിടെയാണ് ടിക്കറ്റ് ചോദിച്ചത്. ഇതിൽ പ്രകോപിതനായാണ് ഇതിൽ പ്രകോപിതനായാണ് ഇങ്ങനെ TTRനെ തള്ളിയിടുന്ന വിരോധിനെ തള്ളിയിടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയത്. രജനീകാന്ത് ഒറ്റയ്ക്കാണോ അതോ രണ്ട് ഒറീസ സ്വദേശികൾ ഈ സംഭവം കണ്ടവരുണ്ട്. അവരുടെ മൊഴിയെടുത്തതിന് ശേഷം അവരെ തിരികെ ഒറീസയിലേക്ക് തന്നെ ആ ട്രെയിനിൽ തന്നെ പറഞ്ഞയച്ചു. ആവശ്യമുള്ള പക്ഷം തൃശ്ശൂരിലെ റെയിൽവേ ഉദ്യോഗസ്ഥർ, റെയിൽവേ പോലീസ് അവരെ ബന്ധപ്പെടുമെന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അങ്ങനെയാണ് ഉണ്ടായത്. അത് ഇവരോടൊപ്പം രജനീകാന്തിൻ്റെ ഒപ്പം പോയവരാണോ എന്നുള്ളത് വ്യക്തതയില്ല. ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ ദാരുണമായൊരു സംഭവമാണ്. വിനോദ് എന്ന് പറയുന്ന ഒരു റെയിൽവേയിലെ ഉദ്യോഗസ്ഥന് വളരെ ദാരുണമായ സംഭവം. ഒരുമിച്ച് ഒരു സാധാരണ രീതിയിൽ ജോലി ചെയ്യാൻ എത്തിയപ്പോൾ ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായ സംഭവം ഉണ്ടാകുന്നു. ലഹരിക്കടിമയായിരുന്നു രജനീകാന്ത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണ് തള്ളിയിടുകയും ചെയ്തത്. പിന്നീട് ആ ട്രെയിനിന് വടക്കാഞ്ചേരിക്ക് ശേഷം പിന്നീട് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് പാലക്കാടായിരുന്നു. പാലക്കാട് വെച്ച് പാലക്കാട്ടെ RPF ഉദ്യോഗസ്ഥർ രജനീകാന്തിനെ കസ്റ്റഡിയിലെടുത്തു. തൃശ്ശൂർ RPFന് കൈമാറി. അദ്ദേഹവുമായുള്ള പോലീസിൻ്റെ വാഹനം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ തൃശ്ശൂരിൽ അദ്ദേഹം രജനീകാന്തുമായിട്ട് പോലീസ് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മറ്റ് നടപടികളൊക്കെ തന്നെ ഇനി നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം ഇന്ന് സമയം ഇത്രയായി, 10:30 ആകാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളൊക്കെ തന്നെ നാളെ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.